ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്. ഈ സെക്ഷനിൽ വരുന്നതൊക്കെ ഒരു ലെറ്റർ സീരീസ്, ആൽഫബറ്റിക് സീരീസും അല്ലെങ്കിൽ നമ്പർ സീരീസോ തന്നിട്ട് അടുത്ത ടേം കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ABDG അടുത്തത് ഏതാണെന്നാണ് ചോദ്യം. നമ്മൾ ഇവിടുത്തെ പാറ്റേൺ ഇതിന് പ്രത്യേകിച്ച് ഒരു ഫോർമുല, ഒരു ഐഡിയ ഒന്നും ഇല്ല. നമ്മളിങ്ങനെ കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ്, നമുക്ക് ഓരോന്ന് ക്ലിക്ക് ആവുന്നതാണ്. പ്രാക്ടീസ് ചെയ്യാന്നുള്ള അല്ലാതെ ഇതിനകത്ത് വേറെ ഷോർട്ട് കട്ടും ഫോർമുല പഠിച്ചിട്ട് പോകുന്ന ഒന്നും ഇല്ല. പിന്നെ നമ്മള് പൊസിഷൻ നമ്പർ അറിഞ്ഞിരിക്കണം. A to Z ഉം Z to A യും ഫ്രണ്ടും ബാക്കും പൊസിഷൻ നമ്പർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി എ ഒന്നാമത്തെ അല്ലേ, രണ്ടാമത്തെ ബി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കഴിഞ്ഞ് ഒന്ന് കൂട്ടിയത്, അത് കഴിഞ്ഞ് ഡി എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ ബി കഴിഞ്ഞ് രണ്ട് കൂട്ടിയത്, ജി എന്ന് പറഞ്ഞാൽ ഡി കഴിഞ്ഞ് 4 കൂട്ടിയത്. അപ്പൊ 1, 2, 4, 7, 11 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ അത് നോക്കിയാൽ ചിലപ്പോൾ ഒരു പാറ്റേൺ തോന്നില്ല. അപ്പൊ ഈ രീതിക്ക് എടുക്കണം. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ജി കഴിഞ്ഞ് 4 കൂട്ടിയത്, അതായത് ആദ്യം എ, പിന്നെ എ കഴിഞ്ഞ് 1 കൂട്ടിയത്, അപ്പൊ ബി കിട്ടി. ബി കഴിഞ്ഞ് 2 കൂട്ടിയത്, ഡി കിട്ടി. ഡി കഴിഞ്ഞ് 3 കൂട്ടിയത്, ജി കിട്ടി. ജി കഴിഞ്ഞ് 4 കൂട്ടിയത്, കെ കിട്ടി. ഓക്കെ ആണോ? അടുത്തത് ADHMS. എ കഴിഞ്ഞ് അത് കഴിഞ്ഞ് എ കഴിഞ്ഞ് 3 കൂട്ടിയ ഡി കിട്ടി. ഡി കഴിഞ്ഞ് 4 കൂട്ടിയ എച്ച് കിട്ടി. എച്ച് കഴിഞ്ഞ് 5 കൂട്ടിയ എം കിട്ടി. എം കഴിഞ്ഞ് 6 കൂട്ടിയ എസ് കിട്ടി. എസ് കഴിഞ്ഞ് 7 കൂട്ടി കഴിഞ്ഞാൽ ഇസഡ് കിട്ടി. നേരത്തെ ചെയ്ത് സെയിം പാറ്റേൺ. ഇനി ഇതേപോലത്തെ A ഇതിങ്ങനെയാണ് വരുന്നത് പാറ്റേൺ. AB എന്ന്. അപ്പൊ AB കഴിഞ്ഞ് എ കഴിഞ്ഞ് ബി കഴിഞ്ഞ് വീണ്ടും എ. അപ്പൊ ആദ്യത്തെ ഗ്യാപ്പിനകത്ത് വരിക എ ആണ്, അതിന് AB. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്യാപ്പിൽ വരിക ബി ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഗ്യാപ്പിൽ വരിക എ കഴിഞ്ഞ് ബി ആണ്. അപ്പം ആൻസർ വരുന്നത് ABB എന്നുള്ളതായിരിക്കും. അടുത്തത് ABAA-AAB-A-A അങ്ങനെ. ഇവിടെ വരുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ ABA. അപ്പൊ ആദ്യത്തെ ഗ്യാപ്പിൽ വരിക ബി, രണ്ടാമത്തെ ഗ്യാപ്പിൽ വരിക എ, അടുത്ത ഗ്യാപ്പിൽ വരിക ബി. ആൻസർ BAB. അടുത്തത് AA-B-ABB-BB. അപ്പോ അവിടെ എന്ന് പറയുമ്പോൾ പാറ്റേൺ വരുന്നത് AABB-AABB-AABB. ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് അയച്ച് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലേ ശരിയാവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരാനേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പം മനസ്സിലാവും, ഉത്തരം എളുപ്പം മനസ്സിലാവും. പക്ഷെ നമുക്കായിട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രീവിയസ് ഇയർ ആണെങ്കിലും അല്ലെങ്കിൽ ബുക്സിലാണെങ്കിലും നെറ്റിൽ നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ് എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ആൻസേഴ്സ് നോക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രമേ ഈ നമ്പർ സീരീസ്, ആൽഫബറ്റിക് സീരീസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. റീസണിങ്ങില് കുറെ സെക്ഷൻസ് അങ്ങനെയാണ് വരുന്നത്, നമുക്ക് ഫോർമുല പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഇവിടെ ഗ്യാപ്പിൽ വരിക BAAA. അടുത്തത് ഇനി മിസ്സിംഗ് നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ് കുറച്ചും കൂടെ ട്രിക്കി ആയിരിക്കും. ഇവിടെ 885, 870, 855, 840. അപ്പൊ എങ്ങനെ നോക്കാം? A-D, A-2D എന്നുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. where D is equal to 15. Arithmetic progression ആണ് ഇവിടെ വന്നിരിക്കുന്നത്. where arithmetic progression where D is equal to -15. അപ്പൊ നമുക്ക് അടുത്ത ടേം 825 എന്ന് വരും. കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അടുത്തത് 3, 9, 27, 81. എളുപ്പല്ലേ? 3യുടെ പവേഴ്സ്. അടുത്തത് 243 ആയിരിക്കും. അടുത്തത് 216, 221, 231, 246, 266. ജസ്റ്റ് 5 കൂട്ടുക, പിന്നെ 10 കൂട്ടുക, പിന്നെ 15 കൂട്ടുക, പിന്നെ 20 കൂട്ടുക, പിന്നെ 25 കൂട്ടുക, അങ്ങനെ. അപ്പൊ നെക്സ്റ്റ് ടേം വന്നിട്ട് 25 കൂട്ടി 291. അപ്പൊ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ ഈ സെക്ഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് 11, 16, 23, 32, 43. ഇവിടെ എന്ന് പറഞ്ഞാൽ +5, +7, +9, +11. അപ്പൊ അടുത്തത് +13 ആയിരിക്കും. 43 + 13 = 56. Find the missing number. B2D, E3H, 14M. Sorry. അപ്പോൾ I4M. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെയും അവസാനത്തെയും ലെറ്റേഴ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് എത്ര നമ്പേഴ്സ് അതിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ബി കഴിഞ്ഞ് 2 എണ്ണം കഴിഞ്ഞിട്ട് ഡി, ഇ കഴിഞ്ഞ് എഫ്, ജി കഴിഞ്ഞ് മൂന്നാമത്തെയാണ് എച്ച്, ഐ ആവുമ്പോ ജെ, കെ, എൽ, എം, നാലാമത്തെയാണ് എം. അപ്പോ അടുത്ത ഇതിനകത്ത് ഏതാ എങ്ങനെ വരിക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. N5 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ എളുപ്പം. N കഴിഞ്ഞ അഞ്ചാമത്തെ ഏതാന്ന് മാത്രം നോക്കിയാൽ മതി. ഓപ്ഷൻസ് അത്ര ഈസി ആയിട്ടാ തന്നിരിക്കണേ. അപ്പൊ N കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ NOPQRS. അപ്പൊ വരെ N5S. അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം സിമ്പിൾ ടോപ്പിക് അല്ലേ. താങ്ക് യു.